നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പൺ ചെയ്ത് ഏകദേശം 343 നമ്മുടെ സെക്കൻഡ് റെസിസ്റ്റന്റിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി ഓപ്പൺ ചെയ്ത ഭാഗത്ത് വന്നു. അത് 280 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആയിരുന്നു. അത് പൊട്ടി അവൻ ഏകദേശം പറയുകയാണെങ്കിൽ ഇന്നലത്തെ POC ആയ 215ന്റെ ഭാഗത്ത് ഏകദേശം കിടന്ന് കളിച്ചതല്ലാതെ വലിയ മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ലായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയാൻ ഇന്നലത്തെ കുറെ ബൈയിങ് കൊണ്ടായിരുന്നു. ഇന്ന് ആ ബയേഴ്സ് മൊത്തം എക്സിറ്റ് ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആരൊക്കെയാണോ ലാസ്റ്റ് കുറെ പൊസിഷൻ എടുത്തത് അവരൊക്കെ ഇന്ന് പൊസിഷൻ എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഇന്ന് 120 പോയിന്റ് പ്ലസിലാണ് നമുക്ക് ക്ലോസ് ചെയ്യിക്കുന്നത്. വലിയൊരു മാറ്റവുമില്ല. നമ്മുടെ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആയ 724 എന്ന് പറഞ്ഞ നമ്മുടെ എക്സ്ട്രെയിൽഡ് ഓപ്ഷൻ വന്ന ദിവസത്തെ വിവാപ്പിന് മുകളിലാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒറ്റ വോളിയം ഇല്ലായിരുന്നു. നിഫ്റ്റിയിലാണെങ്കിൽ കുറച്ച് വോളിയം മോർണിംഗിൽ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മൾ ഓർഡർ ഫ്ലോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. നിഫ്റ്റിയിൽ ഏകദേശം പറഞ്ഞ ലാസ്റ്റ് 2 മിനിറ്റ് കുറച്ച് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഡെൽറ്റ -18ഉം ബാങ്ക് നിഫ്റ്റിയിൽ ഡെൽറ്റ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ +1054. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ലോക്കൽസിന്റെ പ്ലെയർ ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ കുറച്ച് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഏകദേശം പറഞ്ഞ ഡെൽറ്റ ഏകദേശം 15,767 ഡെൽറ്റ പ്ലസ് ആയിരുന്നത് ഇന്ന് വൈകിട്ടായപ്പോൾ 18,710 മൈനസ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു 14,000 സെല്ലേഴ്സ് എക്സ്ട്രാ എൻ്റർ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ ചെറിയൊരു മൈനോർ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വേണമെങ്കിൽ നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് ഏകദേശം 0.8% ഡൗണും ഡൗ ജോൺസിൽ ഡൗൺ ആണ്. അതായത് S&P മിനി ഏകദേശം 25 പോയിന്റ് ഡൗണും നാസ്ഡാക്ക് ഒരുമാതിരി പറഞ്ഞ ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 72.72 അല്ല 236 ഒരു 40 പോയിന്റോളം മൈനസിലാണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്ന് വന്ന അമേരിക്കൻ മാർക്കറ്റിൽ വന്ന കുറച്ച് ഡേറ്റാസ് മാർക്കറ്റിന് കുറച്ച് നെഗറ്റീവായിട്ട് വന്ന ഡേറ്റയാണ്. 1-2 ഡേറ്റാസ് നെഗറ്റീവായിട്ട് വന്നു. പറയുകയാണെങ്കിൽ ഇന്ന് വന്ന ഡേറ്റയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 5:45 വന്ന ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഉണ്ട് ഓഗസ്റ്റിന്റെ. അത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു. അതായത് എംപ്ലോയ്മെന്റ് ചേഞ്ച് വന്നിട്ടില്ല എന്നർത്ഥം. കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിം കുറഞ്ഞു. അതായത് അതായത് ആൾക്കാരുടെ ജോബ്ലെസ് ക്ലെയിംസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം വളരെയധികം പോസിറ്റീവായി. അതായത് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം 227K ആണ്. 231K പ്രതീക്ഷിച്ച സ്ഥാനത്ത് 237K വന്നു. വളരെയധികം പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നോൺ ഫാം പ്രൊഡക്ടിവിറ്റി കൂടി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കൂടിയിട്ടുണ്ട്. ലേബർ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. എന്നാൽ ലേബർ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതൊക്കെ ലേബർ കോസ്റ്റ് വന്ന കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ സർവീസസ് PMI സർവീസസ് PMI കൂടിയിട്ടുണ്ട്. S&Pയുടെ ഗ്ലോബൽ കോമ്പോസിറ്റ് PMI അതും കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2-3 വന്ന ഡേറ്റയിൽ ഒരെണ്ണം പോയിച്ച് ബാക്കി എല്ലാ ഡേറ്റയും വളരെ പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ ട്രക്ക് സെയിൽസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാർ സെയിൽസ് അപ്പം കുറച്ചൊരു ആക്ടിവിറ്റി കുറച്ച് കുറയും. പിന്നെ അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ISM നോൺ മാനുഫാക്ചറിങ് എംപ്ലോയ്മെന്റ് അത് കുറച്ച് കുറഞ്ഞു. 50.50 പ്രതീക്ഷിച്ചത് 50.2 വന്നു. എന്നാൽ ISM മാനുഫാക്ചറിങ് ന്യൂ ഓർഡേഴ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ISM നോൺ മാനുഫാക്ചറിങ് PMI അത് 15.3 പ്രതീക്ഷ 15.5 വന്നത് പോസിറ്റീവ് ആണ്. ISM നോൺ മാനുഫാക്ചറിങ് പ്രൈസസ് 56 പ്രതീക്ഷ 57.3 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓയിലിന്റെ ഇൻവെന്ററി കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ വന്ന കുറെ ഡേറ്റാസ് വളരെയധികം പോസിറ്റീവാണ്. 1-2 ചെറിയ ഡേറ്റാസ് നെഗറ്റീവായിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കും? നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നമുക്ക് അറിയാതിരിക്കുമല്ലോ. ഫ്രൈഡേ ഇതുവരെ ഈ 4 ദിവസവും മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വന്നിട്ടില്ല. അത് നാളെ ഈ വരാൻ പോകുന്ന മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാപ്ഷന് പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി 51,760 മുകളിൽ പോയാൽ മാത്രമേ നമുക്കൊരു ഇന്ന് ഒരു കൃത്യമായിട്ട് പറയാൻ ഒരു മൂവ്മെന്റ് കിട്ടുള്ളൂ. നിങ്ങൾ ഓർത്തോളൂ, ബാങ്ക് നിഫ്റ്റി ഫ്രം ഓഗസ്റ്റ് മാസം 30 തൊട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 30, 31,
പിന്നെ 2, 3, 4, 5 കൃത്യം പറഞ്ഞ 4ഉം 2ഉം 6 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി ഒരേ റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സിംഗിൾ ഉണ്ടല്ലോ 760 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ 51,900ന്റെ ഭാഗത്തും അതിനു മുകളിൽ 52,060ഉം അതിനു മുകളിൽ 52,151ഉം അതിനു മുകളിൽ 52,267 ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ കമ്പൈൻഡ് ഏരിയയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 54,720ആണ്. അത് താഴെ POC 51,650, അത് താഴെ വാല്യൂ ഏരിയ ലോ 51,600. അപ്പൊ ഈ ഒരു റേഞ്ചിലേക്കാണ് 51,600നും 51,720 ഇടയ്ക്കാണ് ഈ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറെ ദിവസമായി കിടന്ന് കളിക്കുന്നത്. സോ അത് ഈ 51,600 പൊട്ടി മാർക്കറ്റ് വരികയാണെങ്കിൽ 51,525 ഉണ്ട്. 51,525 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റി നല്ലൊരു സെല്ലിയും പ്രതീക്ഷ അറിയി. അത് നമ്മളെ പഴയ ഡേറ്റ പ്രകാരം ഒരു മാറ്റമില്ലാത്ത ഡേറ്റയാണ്. അപ്പൊ ഞാനത് ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ വരച്ചു വെച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മാറ്റവും 51,650, 720. ഞാൻ ഈ 720 മാറ്റി 760 ആക്കി വെക്കാൻ. അതായത് 51,760 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന്റെ കളർ കറുപ്പാണ്. അപ്പൊ ആ കറുപ്പ് വെച്ചേക്കാം. ഇനി 51,900 755 51,900, അതിന് മുകളിൽ 52,046, 52,151, 52,267. ഇതാണ് മുകളിലത്തുള്ള. താഴെ 650, 520, 14,305, 250. ഈ വേറെ വ്യത്യസ്തമല്ല. കാരണം ഡേറ്റയിൽ പല ചേഞ്ചും വരണമെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യാത്ത മാർക്കറ്റിൽ എവിടെയാണ് ഞാൻ ഡേറ്റ കൊണ്ട് ചേഞ്ച് ചെയ്യണത്? അപ്പൊ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ലെവൽ. ഓർത്ത് വെച്ചേക്കുക. സെയിം ലെവൽ മിനിങ്ങാന്നത്തെ മുമ്പത്തെ ദിവസം ഇന്നലത്തേക്ക് എല്ലാ ലെവൽ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളൂ ഇന്ന്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിഫ്റ്റിയിൽ നിന്ന് കുറച്ച് ഓപ്പണിംഗ് ഗ്യാപ്പ് വന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പക്ഷെ നിഫ്റ്റിയിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ഡേ ആയിരുന്നില്ല. നിഫ്റ്റി താഴേക്ക് അവനെ കൊണ്ട് താഴേക്ക് വരാൻ പറ്റിയില്ല. ഇന്നലത്തെ POC പോലും അവന് ടച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് 25,215 എന്ന് പറഞ്ഞാൽ POC കൂടെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ നിഫ്റ്റി സംബന്ധിച്ച് 215 താഴെ നിൽക്കുകയാണെങ്കിൽ 170 എന്ന് പറയുന്ന സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. 170 പൊട്ടുകയാണെങ്കിൽ 25,113, അതിന് താഴെ 25,050, അതിന് താഴെ 25,000 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇനി മുകളിലോട്ടാണെങ്കിൽ എന്താണ് ഇന്നത്തെ POC ആയ 260, 25,270, 268 മുകളിൽ ബൈ ഉള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,337, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ സെയിം ലെവലും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ POC മാത്രം ഒന്ന് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്. ഇന്നത്തെ 215 ചെറിയ സപ്പോർട്ട് നമുക്കുണ്ട്. എന്നാൽ ഇന്നത്തെ POC ആയ ഇന്നത്തെ POC നമുക്ക് 25,267 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് മുകളിൽ വന്നാൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. 280 ഞാൻ മാറ്റി, അതിന് മുകളിൽ 315 ആക്കി, അതിന് മുകളിൽ 343, 377, 458, താഴേക്ക് 215, 170, 212, 27,050. ഈ ലെവലിലേക്കായിരിക്കും നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള സപ്പോർട്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. സെയിം റേഞ്ചിൽ തന്നെ കുറച്ച് ദിവസം കളിക്കുന്നത് കൊണ്ട് ഈ വലിയ പഴയ കുഞ്ഞിനെ പുതിയ കുപ്പിയിലിട്ട് ഇറക്കി ഞാൻ നിങ്ങളെ മുമ്പ് അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു കൂടി കാണുക. നാളെ വൈകിട്ട് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ കുറച്ച് ഡേറ്റാസ് ഒക്കെ നാളെ വൈകിട്ടുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൺഡേയിലേക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് നമുക്കുണ്ട്. നാളെ മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നാളെ വൈകിട്ട് അമേരിക്കയുടെ ആവറേജ് അവർലി ഏർണിംഗ്സിനെ കുറിച്ചുണ്ട്. ആവറേജ് അവർലി ഏർണിംഗ്സ് ഇയർ ഓൺ ഇയർ ഉണ്ട്. അതുകൂടാതെ നോൺ ഫാം പേറോൾസിനെ കുറിച്ചുണ്ട്, പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉണ്ട്, പ്രൈവറ്റ് നോൺ ഫാം പേറോൾസ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറിച്ചുണ്ട്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അത് നല്ല രീതിയിൽ പോസിറ്റീവായി വരികയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതുകൊണ്ട് അത് ഓർത്തുള്ള. ഇനി അടുത്ത നമ്മുടെ മോണിറ്ററി പോളിസി വരുന്നത് നിങ്ങൾ നോക്കിയാൽ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി നമ്മുടെ വരുന്നത് ഒക്ടോബർ മാസത്തേ ഉള്ളൂ. സെപ്റ്റംബർ 19 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും സെപ്റ്റംബർ 12 വന്ന് നമ്മുടെ ECBയുടെയും സെപ്റ്റംബർ 18 വന്ന് അടുത്ത സെപ്റ്റംബർ 18 വന്ന് ഫെഡറൽ നമ്മുടെ റിസർവായ അമേരിക്കയുടെയും മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആ ദിവസത്തിലെ മീറ്റിംഗിലെ റേറ്റ് കട്ട് എത്ര കുറയ്ക്കുമെന്ന് ഈ മാർക്കറ്റ് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പോസിറ്റീവായി വരണമെങ്കിൽ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ചില് നല്ല രീതിയിലൊരു അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ നല്ല രീതിയിലൊരു പോസിറ്റീവായ ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. എല്ലാവർക്കും ഇതിൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി നമ്മുടെ വീഡിയോ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഞങ്ങളുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ വീഡിയോയെ കുറിച്ച് അയക്കുക. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ പോഡ്കാസ്റ്റുകൾ ഉണ്ട്. അതിൽ കുറേ നല്ല മാർക്കറ്റ് പ്രൊഫൈലിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ബേസിക്സ് ടു അഡ്വാൻസ് വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ തമിഴിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവരത് നിങ്ങൾക്ക് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ടേക്ക് കെയർ.
ആൻഡ് ഗുഡ് നൈറ്റ്.